അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗൈസ്, പണ്ടൊക്കെ എൻ്റെ ഇൻട്രോയില് അധികം ഉണ്ടാവലൊന്നുമില്ലെങ്കിൽ ഉമ്മ ചക്കര സീനും ഒക്കെ അല്ലേ. ഇപ്പോൾ മക്കളാണ് ഇതാ കണ്ണാടൊക്കെ ഇട്ട് രണ്ടാളും കണ്ണാടൊക്കെ കയ്യിൽ പിടിച്ചിങ്ങാണ്ട് വരികയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അതായത് 2 ദിവസം കഴിഞ്ഞ് 26-ാം തീയതി നമ്മൾ ഇവിടുന്ന് കൊല്ലത്തോട്ട് പോവുകയാണ്. അപ്പോൾ പോണത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ചക്കരയുടെ കുട്ടിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നുണ്ട്. അലേക്ക് ഒരു ഗിഫ്റ്റൊക്കെ സമ്മാനിച്ചിരുന്നു. അതേപോലത്തെ നമുക്കൊരു ഗിഫ്റ്റ് എന്താണ് സെറ്റാക്കണം. അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളെക്കാൾ വലിയൊരു ഗിഫ്റ്റ് ഉമ്മയാണോ കൊടുക്കുന്നതെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ വീഡിയോ എന്താക്കാം, നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോണത് ഉമ്മാൻ്റെ ഗിഫ്റ്റ് ആദ്യം കാണിക്കാം. ആദ്യം ഞാൻ ഉമ്മാൻ്റെ ഗിഫ്റ്റ് കാണിച്ചുതരാം. പിന്നെ അതിൻ്റെ മുമ്പ് സിനുവിന് നാളെ ടെസ്റ്റ് വരുന്നുണ്ട്, അതായത് ലൈസൻസിൻ്റെ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടി ഒരു ട്രയൽ നോക്കാൻ പറ്റുള്ളൂ. ആ ട്രയലും പാടൊന്ന് ഇട്ട് നോക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം. ഫ്രീക്കൻ പേരക്കുട്ടിയും ഫ്രീക്കൻ അമ്മായിമ്മയും എത്തിയിട്ടുണ്ട്. ഇല്ല ഇങ്ങോട്ട് വാ. ഈ ഒരു കുട്ടി ഇങ്ങനെ കണ്ണാടിയും പിടിച്ച് അങ്ങോട്ടും കൂടെ നടക്കുക. അല്ലേ നോക്കട്ടെ, മുടിയൊക്കെ ജീവി കൊടുത്ത് കണ്ണാടി ഇപ്പൊ ഫുൾ കണ്ണാടി ട്രെൻഡ് ആയിട്ട് കുട്ടി നടക്കുക. അങ്ങനെ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളെ മകൻ എന്താണാവോ നിങ്ങളെ മകളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കണേ? സർപ്രൈസ് ഒന്നല്ല, ഇവിടെ മകനും 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് സർപ്രൈസ് ഒന്നും ഇവിടെ കണ്ടില്ല. അതാ ചോദിക്കുന്നത്. അതെന്തേ മകന് 2 കുട്ടികൾ, ഇതാ ഒരു കുട്ടി ഇതായിരിക്കണു, ഒരു കുട്ടി ഇതാ ഒരു കുട്ടി ഇതായിരിക്കണു, ഒരു കുട്ടി ജീവിച്ചിരിക്കുമ്പോഴെ കൊടുക്കണല്ലോ, അത് മരിക്കുമ്പോഴെ കൊടുക്കാണ്ട്. ഗായ്സ് ഇതെന്താ കാരണം തിരിച്ചിട്ടിക്കണേ. ഗായ്സ് എന്റെ ഉമ്മ അണക്കൊന്നും തന്നിട്ടില്ല, അണക്കൊന്നും തന്നിട്ടില്ല. ചോദിച്ചു വാങ്ങിക്കോ. ഉമ്മമാന്റെ കയ്യിലൊക്കെ പൂത്ത പൈസയാണ്. മകളുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോ മകളെ കയ്യിൽ അതൊന്നും ഇങ്ങനൊന്നും കാണില്ലല്ലോ. മകന്റെ കുട്ടികൾക്കാണല്ലോ ഇങ്ങനെ കാണിക്കണത്. അതെന്താ അല്ലേഹ? അതെന്താ ചോദിച്ചോക്കെ? കിട്ടില്ല കഴിച്ച. അപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് ഉമ്മ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താന്നാവോ സർപ്രൈസ് ഒക്കെ നമുക്ക് കാണാം. നമുക്ക് എന്തായാലും കണ്ണാടി പൊട്ട കണ്ണാടിയൊക്കെ നമുക്കുണ്ട്, ഒരു മിൽക്കി ബാറിന്റെ മുട്ടായിയൊക്കെ. നിങ്ങൾ വാ ഗായ്സ്. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഇടാൻ വേണ്ടിട്ടാണ്. അപ്പൊ നാളെ ടെസ്റ്റ് ആണേ. അല്ല നിങ്ങള് കാറിൽ കുത്തിരുന്നാ മതി, ഓളിട്ടിട്ടോട്ടെ. ഇവരെല്ലാരും കാറിൽ ഇരുന്നോട്ടെ. ഇന്നൊന്നും പുറത്തേക്ക് ഇറക്കാതില്ലേ? ഇന്നെന്താന്നറിയോ, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്താണ് ഇട്ടിടാൻ വേണ്ടത്. ചിലപ്പോ നമ്മൾ എത്തിക്കോളന്നില്ല. ഇന്ന് ഒരു ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ എന്തായാലും പൊട്ടും. അല്ല 3 മണിക്ക് വരാനാ പറഞ്ഞത്. നമ്മൾ ഇനിയിപ്പോ പെരിന്തൽമണ്ണ പോയി 3 മണിക്ക് ഇങ്ങോട്ട് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നേരം വൈകും. അപ്പൊ പിന്നെ ആകെ ടെൻഷനേക്കാരം. അപ്പോൾ അതിന് നല്ലത് ഇവിടുന്ന് ഇട്ടിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. നമ്മൾ ഏത് കാറിലാ പോണേ? നമ്മൾ ഈ കാറിലാ പോണേ. കയറി കാറിൽ കയറി. ഒരു മുട്ടായും കൈ പിടിച്ച് നമുക്കൊരു ചെരുപ്പ്, നല്ലൊരു ചെരുപ്പ് വാങ്ങി തരാം കേട്ടോ. എത്ര ചെരുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ചെരുപ്പിടാതെ നടക്കും. എവിടെ ഒക്കെ പാടെ കൊണ്ടുപോയിടുന്നു. സ്കൂട്ടിയിലല്ല, കാറിൽ കയറി. അല്ല അതിൻ്റെ ഉള്ളിൽ കണ്ടമാന സാധനമാണല്ലോ. കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഗൈസ്. പുതിയ ഡ്രസ്സ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഇനി വലയൊക്കെയാണെങ്കിൽ നടുവിലിരിക്കാനുള്ള സാധനമല്ലല്ലോ. അലേക്ക് ഇപ്പം നടുവിലിരിക്കാനുള്ള സാധനമല്ലല്ലോ. കുറച്ച് ഇങ്ങനെ സുഖത്തിൽ ഞങ്ങൾ ഓട്ടോറിക്ഷയില പോയത്. അപ്പോൾ നല്ല സുഖമായിരുന്നു. ഞാൻ ഇരുന്ന് ഉറങ്ങേനി. എത്തിയില്ലേ എന്ന് ഇപ്പൊ എന്ന് ഓട്ടോറിക്ഷ പോകാനല്ലേ? അവന് ഓടിയ പൈസ കൊടുക്കണ്ടേ? ഗൈസ് നമ്മൾ ആദ്യം വന്നത് 8 നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണോ? ഇന്നും കൂടി ഉള്ളൂ ടെസ്റ്റ്. ഇനി പൊട്ടരുതേ. അങ്ങനെ അല്ല, ആദ്യ ടെസ്റ്റാണ്. ആദ്യത്തെ ഒന്ന് പൊട്ടിയ കുഴപ്പമില്ല. പക്ഷെ 1 മാസം കാത്തിക്കണം അടുത്ത ടെസ്റ്റിന്. ഞാൻ സിഗ്നൽ കറക്റ്റ് നോക്കി വെച്ചോ. ബാക്കി ഇട്ടില്ല നമുക്ക് പഠിക്കണോ? ബൈക്കൊക്കെ ഇടുവേ. പിന്നെന്താ, ബുള്ളറ്റ് ഓടിക്കുന്ന പെണ്ണുങ്ങളില്ലേ? എട്ടിടാൻ ബൈക്കാ സുഖം, നേരെ ഓടിഞ്ഞാൽ കിട്ടും. ടി വി എസോ?
ഇതിലാണ് ഇട്ടിടുക. ആണുങ്ങൾ MAT അല്ലെങ്കിൽ ബൈക്കിലൊക്കെ ഇടല്. ഞാൻ കണ്ടില്ല അന്ന് ബുള്ളറ്റിൽ ഇടുന്നത്. കുറച്ച് തമ്പുരാനെ നല്ല ബാഗാണത്. അങ്ങനെ പിടിച്ചോണ്ടാവും. ഈ പുറത്തേക്ക് വെച്ചോ. ഇനിയിപ്പോൾ ഇട്ട് പോണതല്ല, അല്ലെങ്കിൽ വരുന്ന വരെ ടെൻഷനേക്കാറ്. എത്തൂല വെച്ചിട്ട്. ഇനി പ്രശ്നമല്ല. ഇനിയിപ്പോൾ 5 മിനിറ്റ് നേരം വൈകിയാലും കുഴപ്പമില്ല. ലേഹ അനക്ക് ഇട്ടിടണോ? ഗായ്സ് സിനു ഇട്ടിടുകയാണ്. സിനു ഒറ്റക്ക്. സിനുവിന് വേറെ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓലൊക്കെ പോയി. വേം ഓടി വാ. എൻ്റെ അമ്മ അത് ഇട്ടിടുന്നേ. അതെന്താ കയ്യിൻ്റെ ചിഹ്നമല്ല, അത് ഒരു 3 സെക്കൻഡ് ഇങ്ങനെ കാട്ടണോ. പെട്ടെന്ന് എടുക്കരുത്, മനസ്സിലായില്ലേ? നമുക്ക് അവിടെ ഇരിക്കാം. വാ അവിടെ ഇരിക്കാം. എൻ്റെ അമ്മ അത് ഇട്ട്. ആ എട്ടിട് നോക്കട്ടെ. എട്ടിട്. പിന്നാലെ വരാം. എട്ടിട്. സിമ്പിളായിട്ടോ. നാളെ കണ്ടാൽ മതി എട്ടിടല്. പോട്ടെ. എങ്ങനെയാണ് 8 എന്നുള്ളത് കാണിച്ചാലേ ഗായ്സ്. ഇതാണ്ടോ ഈ കമ്പയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുക, എന്നിട്ട് ഇങ്ങനെ പോവുക. 8 സിമ്പിളായിടുന്ന ആളിപ്പോൾ കാല് കുത്താൻ വഴി ഇല്ലേ? ജയിച്ചു. ഇനി സിഗ്നൽ കാണിക്കും. പോട്ടെ. നാളെ ഇതേ സാധനം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ പൈസ ലാഭിക്കാം. എന്താ ലേഹജ് കാട്ടണേ? അന്ന അവിടെ എടുത്തിരുത്തിയല്ലേ? ഞാൻ സിഗ്നൽ കാണിക്ക്. ഇങ്ങനെ മലത്തല്ലേ കറക്റ്റ്. ഇങ്ങനെ പോട്ടെ. എന്താ മലത്തിന് ഇങ്ങനെ കാട്ടണ? നോക്ക്, ഇങ്ങനെ കാട്ടണ്. കൈ ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല, കറക്റ്റ് ഇങ്ങനെ വരട്ടെ. കറക്റ്റ് ഇങ്ങനെയാണ്. എൻ്റെ ഞാൻ വീഡിയോയിലുണ്ട്, കാണിച്ചു തരാം. അനക്കറിയില്ല അത്. 1 2 3 ഹാൻഡിലുമ പിടിക്കേ. അങ്ങനെ കുറച്ചു നേരം വെക്കണം. ഒരു 3 സെക്കൻഡ് വെക്കണം. ഇങ്ങനെ അത് പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് കാണണ്ടേ. 3 സെക്കൻഡ് 1 2 3 സെക്കൻഡ് ഒന്ന് എണ്ണിയാൽ മതി. 1 2 3 എന്നുള്ളത് പെട്ടെന്ന് ആക്കി കഴിഞ്ഞ് പോലീസുകാർ RTO കണ്ണടക്കണ നേരത്തെ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയില്ല അത്. ഒന്നുകൂടി പോട്ടെ. അങ്ങനെ എട്ടിടാൻ പഠിച്ചു ഗായ്സ്. എട്ടിടാൻ പഠിച്ചു. കണ്ടോ ഇങ്ങനെയാണ് ഇത്. ഈ മുട്ടായി എല്ലാത്തൊക്കെ തിന്നോ? പഠിച്ച തമ്പുരാനെ, പഠിച്ചോനെ, എന്താ മക്കളെ നിങ്ങൾ കാട്ടണത്? അങ്ങനെ ഗായ്സ് ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാ. 8 കഴിഞ്ഞു. എന്നാ അങ്ങനെ വെച്ചാൽ സിഗ്നൽ ഇതേനും കാണിച്ചോ. പോട്ടെ. പോവാ. എന്നാ പോരി. കാറിൽ കയറി. അങ്ങനെ ശരിപ്പോ ഒന്നും കൂടി ഇട്ടാളാ. ഇനി നാളെ ടെസ്റ്റേ കിട്ടുള്ളൂ. ഒന്നും കൂടി ഇട്ടോ, ലാസ്റ്റ് ഫൈനല്. എന്നിട്ട് ആ റോഡ് ടെസ്റ്റ് ഇട്ടിട്ട് പോരെ. ഇനി നാളെ RTOന്റെ മുന്നിൽ കേട്ടോ. എവിടെയെന്നറിയാം, ചെനക്കത്തൂരാ. ആ അമ്പലത്തിന്റെ ബാക്കിലെ ഗ്രൗണ്ട് ഇല്ലേ, അവിടെയാണ് ഇട്ടിടണ്ടി. ഇത്ര നേരം ഇട്ടയിലൊന്നും കാലുകുത്തിയിട്ടില്ല. അത് ആ വണ്ടി ആവുകൊണ്ടാണ്. ഇനി അവിടെ കിട്ടുന്ന വണ്ടി ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഒന്നും കാലുകുത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ നോക്കിയോ? ഒന്നും കാലുകുത്തിയിട്ടില്ലേ? എന്നാ പോരി. ആ വണ്ടി നല്ല വണ്ടിയാണ്. അന്നെടുത്ത വണ്ടി പൊട്ട വണ്ടി പോലെ. അതൊന്നും പറയാൻ പറ്റില്ല. അവിടെ കിട്ടിയ വണ്ടി എനിക്ക് ആ വണ്ടി കിട്ടണമെന്ന് പറഞ്ഞാലും തരില്ല. മനസ്സിലായില്ലേ? ഉമ്മാൻ്റെ വക കാര്യമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. മക്കളെ എനിക്കും ഉണ്ടായിരുന്നു 2 എണ്ണം. അതിനൊന്നും കാര്യമായിട്ട് ഇട്ടില്ല. എന്താ വണ്ടി അലേഹ? അലേക്ക് മോതിരം വേണോ? സ്വർണ്ണ കടയൊക്കെ വന്നു, ഫാഷൻ കടയൊക്കെ അല്ലേ. മോതിരം എടുത്ത് കൊടുക്കാണെന്നതിന്. ഇന്നെന്താ വില കൊണ്ടുവന്നോടാ? ഇന്ന് വില കൊണ്ടുവന്നോ? ഇന്ന് എത്ര കൂടിയോ? ഇന്നലെ കുറവായിരുന്നല്ലോ. ഇതിലൊരു കറക്റ്റ് ഒരു സമയത്ത് നിൽക്കില്ല അല്ലേ? കാണാൻ വേണ്ടിട്ടാണ്. 1 പവന്റെ വള ഏതൊക്കെ? നിങ്ങൾക്ക് ഇതിൽ ഏത് 1 പവന് വേണ്ടി? ഇതോ? ഇതെന്താ ഇരുമ്പോ? നല്ല കാണണ്ടല്ലോ. ഇത് അല്ല,
ഇത് നിങ്ങൾക്ക് ഇതിൽ ഏതാ പറ്റി പറയ് ഏതാ പറ്റിയ പറയ് നിനക്ക് ഏതാ പറ്റിയേ ഏതാ പറ്റിയേ അതാ പറ്റി കയ്യിലിട്ട് നോക്കിക്കോളി വാങ്ങിക്കൊടുക്കണം നമുക്ക്. ചങ്ങായി കൂടിയിരിക്കുമ്പോൾ വാങ്ങിയത് അന്ന് 45,000 സ്വർണത്തിന്. ഇന്നിപ്പോ ആ പൈസക്ക് എത്ര വാങ്ങി കൊടുക്കണം എന്നറിയോ? ഏതാണ് വേണ്ടത് നോക്കി ഇടുന്നതിന് ആശ എടുക്കും നമ്മള്. ഇൻഷാല്ല വണ്ടി എടുക്കല് കഴിഞ്ഞാൽ അടുത്തത് സ്വർണ്ണാണ്. വണ്ടി എടുക്കല് കഴിഞ്ഞാൽ അടുത്തത് സ്വർണ്ണാണ്. വണ്ടി സ്വർണം കൂടി എടുക്കല് നമുക്ക് നടക്കൂലല്ലോ. എനിക്ക് പറ്റിയത് ഏതറിയോ? എനിക്ക് ഈ സാധനം പറ്റിക്കണ്. ഇപ്പൊ ഒരു പവൻ എന്താ വില? 1,01,000 സംതിങ് അല്ലേ? 2 പവന്റെ പൈസക്ക് ഒരു പവനെ കിട്ടുള്ളൂ. എന്ത് അന്ന് കാര്യങ്ങൾ നടന്നല്ലോ, അത് നോക്കിട്ട് കാര്യമില്ല. നമ്മള് ഫുഡ് കഴിക്കാൻ വന്നു അല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചോറ് മതിയോ? ആ ടെസ്റ്റ് ഇല്ലേ? ആ അപ്പം ഞാൻ ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും. മറ്റൊന്ന് എടുക്കാം ടെസ്റ്റ്. ഉമ്മാൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉമ്മാനെ വിളിക്കുന്നുണ്ട്. എന്താ വേണ്ടത്? ചോറ് വേണോ ബിരിയാണി വേണോ? മീൽസ് വേണോ? സാധാ ചോറ് മതിയോ? ഓക്കെ. ചോറിന് എന്തൊക്കെയല്ലേ? ഈ മെനു ഒന്ന് കൊണ്ടുപോവാ. ഈ മലയാളി ഐറ്റംസ് ഒന്നായി തൽക്കാലം ചൈനീസും ഞാൻ